ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് എന്ത് വചനം പങ്കുവയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് നൽകിയ ഒരു സന്ദേശ പ്രകാരമാണ് എന്റെ അമ്മയുടെ വ്യാകുലതകളെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ഇതുവരെ പറയാത്ത ഒരു മേഖലയാണത്. ഒരു പ്രസംഗത്തിലോ ഒരു ധ്യാനങ്ങളിലോ പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ഐറ്റത്തിൽ എന്ത് വചനം പങ്കുവയ്ക്കണമെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് കർത്താവ് ഇപ്രകാരം ഒരു ബോധം നൽകി, എന്റെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളെ കുറിച്ച് പ്രസംഗിക്കുവാൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ സുവിശേഷ ഭാഗം തിരഞ്ഞെടുക്കുക. കർത്താവിനെ കുറിച്ച് ഒരു പരിശുദ്ധ അമ്മ നൽകുന്ന ഭാഗം. സഹോദരങ്ങളെ, ഈ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില ആഴമുള്ള ചില ബോധ്യങ്ങൾ ദൈവം നൽകിയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളുടെ ശക്തി എന്താണെന്നും പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിന്റെ വ്യാകുലതകളെ 7 വ്യാകുലതകളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, വ്യാകുലതകൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണ് സ്വർഗം നമുക്ക് നൽകുന്നത് എന്നും ഇതുവരെ മനസ്സിലാക്കാത്ത ചില ആഴമുള്ള ബോധ്യങ്ങൾ ദൈവം എനിക്ക് നൽകിയുണ്ടായി. ഈ ബോധ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലതകളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, പല വിശുദ്ധർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്രകാരം ഒരു വിശുദ്ധയാണ് വിശുദ്ധ ബ്രിജിത്ത്, സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്ത്. വിശുദ്ധ ബ്രിജിത്തിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട്, പരിശുദ്ധ അമ്മയും പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുകയും പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് സ്വർഗം പ്രത്യേകമായ ചില കൃപാവരങ്ങൾ നൽകുന്നതിനെ കുറിച്ച് വിശുദ്ധ ബ്രിജിത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ബ്രിജിത്ത് വെളിപ്പെടുത്തി കൊടുത്ത ചില കാര്യങ്ങളാണ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഒരു ദിവസം വിശുദ്ധ ബ്രിജിത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറയുകയുണ്ടായി, എന്റെ വ്യാകുലതകളെ ധ്യാനിക്കുകയും പരിശുദ്ധമ്മയുടെ വ്യാകുലതകളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് കർത്താവ് ചില പ്രത്യേകമായ കൃപാവരങ്ങളും ചില പ്രത്യേകമായ ദൈവിക ഇടപെടലുകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന്. എന്നാൽ പരിശുദ്ധമ്മ പറയുന്ന ഇപ്രകാരമാണ്, ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ മക്കളെയും, എന്റെ പുത്രന്റെ മക്കളെയും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്റെ വിമല ഹൃദയത്തിന്റെ വ്യാകുലതകളെ ധ്യാനിക്കുന്നുണ്ടോ എന്നും എന്റെ വിമല ഹൃദയത്തിന്റെ വ്യാകുലതകൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നും ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ഇത്ര മാത്രം ജനങ്ങളുള്ള ഈ ഭൂമിയിൽ ഏതാനും ചുരുക്കം ചില വ്യക്തികളെ മാത്രമേ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. ഈ ചുരുക്കം ചില വ്യക്തികൾ മാത്രമാണ് എന്റെ വിമല ഹൃദയത്തിൽ ഒരു ആശ്വാസമായി മാറിയിരിക്കുന്നത് എന്ന് പരിശുദ്ധമ്മ നൽകിയുണ്ടായി. വിശുദ്ധ ബ്രിജിത്തിന് പരിശുദ്ധമ്മ നൽകിയ സന്ദേശം, ഇംഗ്ലീഷിൽ ഇരിക്കുന്ന സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാം. അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, The greater part of the world lives in forgetfulness of my sorrows. I look around at all who are on earth to see if by chance there are any who pity me and meditate upon my sorrows. And I find there are only very few. Therefore, my daughter, my daughter, though I am forgotten by many of my sons, at least do you not forget me. Consider my anguish and imitate as far as you can my grief. പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളെ
ധ്യാനിക്കുന്ന മക്കളെ വേണ്ടി പരിശുദ്ധ അമ്മ അന്വേഷിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ മക്കളെ കാണുന്നുള്ളൂ എന്നും, എന്നാൽ ഈ വ്യാകുലതകൾ ഏറ്റെടുത്ത് ധ്യാനിക്കുവാൻ പരിശുദ്ധ വിശുദ്ധ ബ്രിജിത്തിനെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ കർത്താവ് ബിനാസ്കോയിൽ വാഴ്ത്തപ്പെട്ട വേറോനിക്ക എന്ന് പറയുന്ന ഒരു പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറയുകയുണ്ടായി, എന്റെ പീഡാനുഭവ ചരിത്രം, അതായത് നമ്മൾ ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ചകളിലൊക്കെ കർത്താവിന്റെ പീഡാനുഭവ ചരിത്രം വായിച്ചു കുരിശിന് വഴി നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, എന്റെ പീഡാനുഭവ ചരിത്രം നിങ്ങൾ ധ്യാനിക്കുകയും കണ്ണീരൊഴിക്കുകയും ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ആശ്വാസം നൽകുന്നതാണ്. എങ്കിലും ഞാൻ എന്റെ അമ്മയായ മറിയത്തെ ആഴത്തിൽ സ്നേഹിക്കുന്നതിനാൽ എന്റെ മരണസമയത്ത് എന്റെ അമ്മ അനുഭവിച്ച വ്യാകുലതകളെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നുവെന്ന് കർത്താവിന്റെ സന്ദേശമാണ്. പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ കർത്താവിന്റെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കുരിശിന്റെ വഴി നടത്തിയ സമയത്ത് പരിശുദ്ധ അമ്മ അനുഭവിച്ച വേദനകൾ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്ന് വിശുദ്ധ വേറോനിക്കയ്ക്ക് കർത്താവ് തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, എന്തൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലതകൾ? ഓരോന്നോരോന്നാണ് പറയാമോ? പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലത എന്തുവാണ്? പരിശുദ്ധ അമ്മ മാതാവേ, അങ്ങ് ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുമെന്ന് ശിമയോന്റെ പ്രവചനം കേട്ട് അമ്മ ചിന്തിച്ചിരുന്നു. പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ ഉണ്ണീശോയെ കാഴ്ചവെച്ചപ്പോൾ ശിമയോന്റെ പ്രവചനം നടത്തി. എന്തായിരുന്നു പ്രവചനം? നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കുമെന്ന്. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കുമെന്ന് ശിമയോൻ പ്രവചിച്ച്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു രക്തസാക്ഷിത്വമായിരുന്നു. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന ഇപ്രകാരമാണ്, നമ്മുടെ രക്തസാക്ഷികളായ വിശുദ്ധരൊക്കെ രക്തസാക്ഷിത്വം വഹിച്ചത് അവരുടെ ശരീരത്തിലാണ് വേദനകൾ ഏറ്റുവാങ്ങിയത്. എന്നാൽ അൽഫോൻസ് ലിഗോരി പറയുന്ന പ്രകാരം പരിശുദ്ധ അമ്മയുടെ രക്തസാക്ഷിത്വം ആത്മാവിൽ വഹിച്ച രക്തസാക്ഷിത്വമായിരുന്നുവെന്ന്. അതായത് ശരീരത്തിൽ വഹിക്കുന്ന വേദനകൾ അല്പകാലം കൊണ്ട് തീർന്നില്ലാതാകും, എന്നാൽ ആത്മാവിൽ ഏറ്റെടുക്കുന്ന വേദനകള് അനേക വർഷങ്ങൾ നിലനിൽക്കുന്ന വേദനയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലത, ശിമയോൻ ഉണ്ണീശോയെ കയ്യിലെടുത്ത് ചില കാര്യങ്ങളൊക്കെ പ്രവചിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും, ഒരു വാൾ നിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കും, അത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. അങ്ങനെ അതിന് നീറിക്കഴിയുന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചില 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 പ്രോഫസീസ് ഒക്കെ, ചില പ്രവചനങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഇന്ന് അനേകം മക്കൾ വിളിച്ച് പറയുന്നത്, അച്ഛൻ പ്രാർത്ഥിക്കണം, സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ചില അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറയുകയുണ്ടായി. ഒരുപക്ഷെ ഹൃദയമെടുപ്പ് കുറഞ്ഞിരിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ, ഹാർട്ടിന് പ്രശ്നം, ചില അംഗവൈകല്യങ്ങള്, അങ്ങനെയുള്ള ചില മേഖലകള്, ചില കുഞ്ഞുങ്ങളെ കുറിച്ച് അവരുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ മെഡിക്കൽ സയൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രിയ സഹോദരൻ ഓർക്കുന്ന ഇപ്രകാരമാണ്, ലണ്ടനിലുള്ള ഒരു സഹോദരൻ പങ്കുവെച്ച് ഓർക്കുകയാണ്. ആ സഹോദരന്റെ ജീവിതത്തില് അദ്ദേഹത്തിന് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞുണ്ടായി, വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടായി. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിൽ മനസ്സിലായി ഇവര് സയാമീസ് ഇരട്ടകളാണ് എന്ന് മനസ്സിലായി. സയാമീസ് ഇരട്ടകളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? സയാമീസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒട്ടിച്ചേർന്നിരിക്കുന്ന, അല്ലെ? ശരീരം ഒട്ടിച്ചേർന്നിരിക്കുന്ന ഇരട്ടകളാണെന്ന് മനസ്സിലായി. ഉദരഭാഗം ഒട്ടിച്ചേർന്നിരിക്കുക സ്കാനിങ്ങില്. ഇവര് ഭയങ്കര ഒരു വിഷമമായി. ഈ സഹോദരൻ ചെയ്ത് ഞാൻ ഓർക്കുന്ന ഇപ്രകാരമാണ്, സഹോദരങ്ങളെ, ഡോക്ടേഴ്സ് പലരും ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് അബോർട്ട് ചെയ്ത് കളയുക, കാരണം സയാമീസ് ഇരട്ടകളൊന്നും ജീവിച്ചിരിക്കുകയൊന്നുമില്ല. ഇത് ഉണ്ടായാൽ തന്നെ അത് വളരെ കോംപ്ലിക്കേഷൻ ആയിരിക്കും. ചില ഓപ്പറേഷനിലൂടെയൊക്കെ അവിടെ വേർപെടുത്തി എടുക്കാം. എന്നാൽ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ സ്കാനിങ്ങിൽ മനസ്സിലായത്, ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഉടനെ മരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അബോർഷൻ നടത്തി കളയുവാനായിട്ട് പലരും ഈ കുടുംബത്തെ പ്രേരിപ്പിക്കുക. ഈ സഹോദരൻ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒത്തിരി വിഷമിച്ചു. സഹോദരനും ഈ ജീവിത പങ്കാളി ഒരുപാട് കർത്താവ് ഒത്തിരിമാത്രത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നീ നൽകിയ കുഞ്ഞുങ്ങളാണ്.
ഈ അവസ്ഥയാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വ്യസനത്തോടുകൂടി ഇവരൊരു കാര്യം ചെയ്ത് പറയുന്ന ഇപ്രകാരമാണ്. മെഡിക്കൽ സയൻസ് ഈ കുഞ്ഞിനെ വിധി എഴുതി പലരും അത് അബോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. എന്നാൽ ഇവര് ഈ ഭാര്യയെയും കൂട്ടി, ഭാര്യയ്ക്ക് അന്ന് ഒത്തിരി യാത്രയും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായതുകൊണ്ട് ഭാര്യയെ വീട്ടിൽ നിർത്തിയിട്ട് ഇവൻ ഫാത്തിമയിൽ പോയി. ഫാത്തിമയിൽ പോയിരിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം, ഫാത്തിമയിൽ പോയി അവൻ ഒരു പുതിയ പള്ളിയിൽ നിന്ന് പഴയ പള്ളിയിലേക്ക് നമ്മൾ മുട്ടുമേൽ നീന്തുന്ന ഒരു സ്ഥലമുണ്ട്. ഫാത്തിമയിൽ പള്ളിയിലൊന്ന് കൈ വെക്കാവോ? ഫാത്തിമ അല്ലേ, അങ്ങനെ ഒരു സ്ഥലം അവിടെ ഫാത്തിമയിലുണ്ട്. മുട്ടുമേൽ ഇഴഞ്ഞ് നമ്മൾ നീന്തും. കുറെ നേരം നീന്തി ഭയങ്കര കാലൊക്കെ പൊട്ടി ഒഴുകുന്ന ഒരു മേഖലയാണ്. ഈ സഹോദരൻ ഈ വേദനയും മനസ്സിലേറ്റ് ഫാത്തിമയിൽ പോയി ഇങ്ങനെ പുതിയ പള്ളിയിൽ നിന്ന് പഴയ പള്ളി പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് അവൻ മുട്ടുമേൽ നീന്തി പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്നും ജീവിത പങ്കാളിയുടെ മേൽ കരുണയുണ്ടാകണമെന്നും മക്കളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് ഈ സഹോദരൻ പ്രാർത്ഥിക്കുക. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധയോട് പ്രാർത്ഥിച്ച് അവൻ തിരിച്ചു പോകുന്നു. പിന്നീട് സ്കാനിംഗ് ഒക്കെ നടത്തി ഇതുപോലെ റിസൾട്ടൊക്കെ ഇതുപോലെയൊക്കെ തന്നെയാ, വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഭവിച്ചത് ഇപ്രകാരമാണ്. എന്നാൽ പ്രസവ സമയത്ത് ഈ രണ്ട് കുഞ്ഞുങ്ങളും വ്യത്യസ്തമായി ജനിക്കുകയും ഒരു കുഴപ്പവുമില്ലാതെ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ജന്മമെടുക്കുകയും ചെയ്തു. ഇന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഒരു കുഴപ്പവുമില്ലാതെ ആ കുടുംബത്തിന് ഇന്ന് ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. പിന്നീട് പലപ്പോഴും അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചെങ്കിലും കർത്താവ് അവർ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടില്ല. എന്നാൽ ഈ മെഡിക്കൽ സയൻസ് പ്രകാരം സയാമീസ് ഇരട്ടകളായി പിറക്കേണ്ട ഈ കുഞ്ഞുങ്ങള് ജനിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോകേണ്ട കുഞ്ഞുങ്ങള് ഇന്നുണ്ടായി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുടുംബത്തിന് അനുഗ്രഹമായി ഇന്ന് എല്ലാ പ്രാർത്ഥനകളൊക്കെ ബൈഹാർട്ട് പഠിച്ച് കർത്താവ് പരിശുദ്ധയമ്മയോട് ചേർന്ന് സഭയോട് ചേർന്ന് വിശുദ്ധ കുർബാനയോട് ചേർന്ന് ഇന്ന് ജീവിക്കുന്ന ആ കുഞ്ഞുങ്ങള് ഇന്ന് ഈ മെയ് മാസം 3ാമത്തെ ഞായറാഴ്ച ആദ്യ കുർബാന സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ കർത്താവിന്റെ ആ കൊച്ചുനാളിൽ കയ്യിലെടുത്ത് ശിമയോന് സമർപ്പിച്ചപ്പോൾ ഒരു വാഗ്ദാനം ശിമയോൻ ഇപ്രകാരം പ്രവചിക്കുകയാണ്: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളില് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ചില മേഖലകൾ കണ്ട്, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ കൊച്ചുനാളിൽ തന്നെയുള്ള ചില പ്രവണതകൾ കണ്ട്, ഒരുപക്ഷെ ഇതുപോലെയുള്ള മെഡിക്കൽ സയൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പ്രവചിച്ച ചില പ്രവചനങ്ങളൊക്കെ കേട്ട് ഒരുപാട് അസ്വസ്ഥമായിരിക്കുന്ന മനസ്സായിരിക്കാം നമ്മുടെയൊക്കെ മനസ്സുകൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മയോട് ചേർന്ന് ത്യാഗം ചെയ്ത് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ ധ്യാനിച്ച് ഒരു സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകളുടെ ജീവിതങ്ങളിൽ സംഭവിക്കുകയാണ്. ഇതുവരെ ഒരു മെഡിക്കൽ സയൻസിന് പ്രെഡിക്റ്റ് ചെയ്യാത്ത സംഭവം ആ സ്കാനിങ്ങിൽ സയാമീസ് ഇരട്ടകളായി പലപ്പോഴും വ്യക്തമായി മനസ്സിലാക്കിയ ജന്മസമയത്ത് സെപ്പറേറ്റ് ആയി വരിക എന്നുള്ളത് സ്വർഗത്തിന്റെ ഇടപെടലല്ലാതെ ഈ ലോകത്ത് ഒരു ശക്തിക്കോ ഒരു ശാസ്ത്രത്തിനോ വെളിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ വിവരിച്ചു തരുവാൻ സാധിക്കാത്ത ഒരു സത്യമല്ലേ. പരിശുദ്ധയുടെ ഒന്നാമത്തെ പ്രവചനമാണ്, ഒന്നാമത്തെ ദുഃഖമാണ് ശിമയോന്റെ പ്രവചനം. ഇനി പരിശുദ്ധയുടെ രണ്ടാമത്തെ ദുഃഖം എന്തുവാ? രണ്ടാമത്തെ ദുഃഖം, രണ്ടാമത്തെ കാര്യം എന്തുവാ? പരിശുദ്ധ അമ്മ ഈജിപ്തിലേക്ക് ഉണ്ണീശോയെ എടുത്തുകൊണ്ട് ഒരു ഓട്ടം ഓടി. ആ പരിശുദ്ധ അമ്മ ഈജിപ്തിലേക്ക് പോയത് എന്താണ്? എന്തുകൊണ്ടാ പോകേണ്ട? കർത്താവിനെ കൊണ്ട് പോകാൻ കാരണം ഹെരോദോസ് രാജാവ് കർത്താവിനെ കൊല്ലാൻ വന്നു. ഇവനെ മകനെ എങ്കിലും രക്ഷിക്കാനായി ഭർത്താവായ ജോസഫും കൂടെ ഈജിപ്തിലേക്ക് പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഒരു ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് ജീവിത പങ്കാളിയോടൊപ്പം മാതാവ് യാത്ര തിരിക്കുകയാണ്. വേദനയുണ്ട്, പോകുന്ന വഴിക്ക് ആരെങ്കിലും ഒക്കെ പിടികൂടാം, പടയാളികളെ ഒന്ന് പിടികൂടാം, കുഞ്ഞിന്റെ ജീവനെ കുറിച്ച് വലിയ ഭീഷണിയുണ്ട്. ഇനി രക്ഷപ്പെട്ടാൽ തന്നെ അവിടെ എന്താണെന്ന് അറിയില്ല. വലിയ അനിശ്ചിതത്വത്തിലേക്ക് പരിശുദ്ധയമ്മ എടുത്തു ചാടുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് UK ജീവിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം, നമ്മളൊക്കെ പ്രവാസികളാണ് അല്ലേ? നമ്മളൊക്കെ ഇതുപോലൊരു എടുത്ത് ചാടിയവരാണ്. ഗൾഫിലായിരുന്ന സമയത്ത് ഇല്ലെങ്കിൽ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എടുത്തുചാട്ടം പരിശുദ്ധയമ്മ നടത്തിയ പോലെ നമ്മളൊക്കെ നടത്തി. നമ്മൾ പലരും കൂടെ വന്നു. പിന്നീട് മക്കളെ നമ്മുടെ ഭർത്താക്കന്മാരെ ഒക്കെ കൊണ്ടുവന്ന ചില സഹോദരങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഭർത്താക്കന്മാർ ആദ്യം വന്ന് കുടുംബത്തെ കൊണ്ടുവന്ന സഹോദരങ്ങളുണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രവാസ ജീവിതത്തില്
ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളൊക്കെ. പ്രവാസ ജീവിതത്തില് ഭർത്താവിനോടൊത്ത് കുഞ്ഞുങ്ങളോടൊത്ത് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാതെ ചിലപ്പോൾ വലിയ തെറ്റാനുഭവങ്ങളോട് നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളികളെ കുറിച്ചുള്ള ആകുലതകളായിരിക്കാം പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ജോലി ചെയ്തപ്പോൾ ദൈവമേ, ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ജീവിത പങ്കാളിയാണല്ലോ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമേ, ഇവരുടെ പഠനത്തിന്റെ മേഖലകളില്, പ്രാർത്ഥന ജീവിതത്തില്, മാതാപിതാക്കളുടെ ഇടപെടലുകളിലൊക്കെ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു രീതിയിലാണല്ലോ ഇവര് പോകുന്നത് ഒക്കെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളും അകലപ്പെടുന്നുണ്ടാകാം. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്. എത്രമാത്രം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ ഒരു പ്രവാസി കടന്നുപോയാലും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളെ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ പുത്രനായ ദൈവം ഇടപെടും എന്ന് അമ്മ വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്റെ കുരിശിന് വേണ്ടി നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം, എനിക്ക് ഒത്തിരി ആശ്വാസം ലഭിക്കുന്നുണ്ട്. എന്നാൽ എന്റെ അമ്മയുടെ വ്യാകുലതകളെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അതിലും എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നുവെന്ന് കർത്താവ് നൽകിയ വാഗ്ദാനമാണ്. ഇനി മൂന്നാമത്തെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലത എന്തുവാ? ഉണ്ണീശോയെ 12-ാം വയസ്സില് കാണാതാകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് നൈജീരിയയിൽ സംഭവിച്ച ഒരു കാര്യം നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലെ, ആ പെൺകുട്ടികളെ കാണാതായ സംഭവം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം കഴിഞ്ഞ ഈ ഈസ്റ്റർ വീക്കിന്റെ തലയാഴ്ച നൈജീരിയയിലെ ഒരു ബോർഡിംഗ് സ്കൂളില് അക്രമികൾ അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ വന്ന് അവിടെ ഉണ്ടായിരുന്ന അവരെ സെക്യൂരിറ്റിനെ വധിച്ച് 100-200ഓളം പെൺകുട്ടികൾ 16 മുതൽ 18 വയസ്സ് പ്രായമുള്ള, അതിനിടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്ന പേരും ഇന്ന് ലോകം നമ്മൾ അറിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ മക്കൾ സുരക്ഷിതമായി തിരിച്ചു വരുന്നതിന് വേണ്ടി. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അവരുടെ മാതാപിതാക്കളൊക്കെ നൈജീരിയയിൽ വന്ന് ഗവൺമെന്റിനോട് സമരം ചെയ്തൊക്കെ മക്കളെ തിരിച്ചുവിടാനായിട്ടൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും അവരെങ്ങോട്ട് പോയെന്നറിയില്ല. വലിയ ഭീകരര് വസിക്കുന്ന കൊടും വനത്തിലേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ് സഹോദരങ്ങളെ, ഒരു കുഞ്ഞിനെ കാണാതാകുമ്പോൾ ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ നമ്മൾ എടുത്തു നോക്കുക. നമ്മുടെ കുഞ്ഞ് ഏതെങ്കിലും ഒരു സമയം നമ്മൾ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ കാണാതായി കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധ അമ്മയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ 3 ദിവസം കുഞ്ഞിനെ അന്വേഷിച്ചു. ഇത്രമാത്രം ജനങ്ങൾ വന്നുകൂടുന്ന സ്ഥലത്താണ് കുഞ്ഞെവിടെ പോയെന്ന് അറിയില്ല. എത്രമാത്രം വേദനയിലൂടെ ആ 3 ദിവസം ഈ അമ്മ കഴിച്ചു കൂട്ടി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഈ ലോകത്തും മക്കൾ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കാണാതാകുന്ന ചില അനുഭവങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ നമ്മൾ ശ്രവിക്കുമ്പോൾ ഇത് അവിടെയും ഇവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളായി മാറാതെ എന്റെ കുഞ്ഞിന് ഇത് സംഭവിക്കാം, എന്റെ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞിന് ഇത് സംഭവിക്കാം, എന്നും ഏത് സമയത്ത് സംഭവിക്കാം എന്ന് ഞാൻ ബോധ്യത്തോടു കൂടി പ്രിയമുള്ളവരെ എവിടെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുമ്പോഴും പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ വ്യാകുലത ഏറ്റെടുത്തുകൊണ്ട് ആ മേഖലകളിൽ പുത്രനായ യേശുക്രിസ്തു ഇടപെടുവാനായി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ എന്തെങ്കിലും കാണാതാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടെ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് കർത്താവ് തന്നെ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാക്യം കൂടെ കഴിഞ്ഞു പോവുകയാണ്. അതിനെ ജസ്റ്റ് വ്യാകുലതകൾ മാത്രം നമ്മൾ ഓർക്കുക. ഇനി 4ാമത്തെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലത എന്താണ്? കുരിശിൽ കർത്താവ് കുരിശ് വഹിച്ചുകൊണ്ട് പോയപ്പോൾ കർത്താവിനെ കണ്ട ആ രംഗം നമ്മൾ ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ ഒരു രോഗമാകാം, അപകടങ്ങളാകാം, വേദനകളാകാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ പരിശുദ്ധ നമ്മൾ ഓർക്കുക. എത്രമാത്രം വേദനയോട് കൂടിയ കർത്താവ് കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്ന രംഗം നമ്മൾ പരിശുദ്ധ കാണുക. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിലോ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലോ രോഗമുണ്ടാകുമ്പോൾ ഇല്ലെങ്കിൽ മറ്റു പല പ്രത്യേകമായ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ പഴിക്കാതെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിന് കാഴ്ചവെക്കുമ്പോൾ
ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടാകും എന്ന് ഇന്ന് ഈ വ്യാകുലതകൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി പരിശുദ്ധയുടെ അഞ്ചാമത്തെ വ്യാകുലത എന്തുവാ? ഈശോ അങ്ങയുടെ പാടുപിഴകളും കുരിശുമരണവും കണ്ട് ഹൃദയം നിറഞ്ഞു വിലപിക്കുന്ന അമ്മയുടെ രക്തക്കണ്ണീരുകൾ. കർത്താവ് കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന രംഗം പരിശുദ്ധ നമ്മൾ കാണുന്നതാണ് അമ്മയുടെ അഞ്ചാമത്തെ വ്യാകുലത. ഇനി ആറാമത്തെ വ്യാകുലതയോ? അങ്ങേ മൃതശരീരം കുരിശിൽ നിന്നും ഇറക്കി അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ വേദനയോട് കൂടി ചിന്തിയ കണ്ണീരിനെ. പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഈശോയുടെ മൃതശരീരം കിടത്തുന്ന മേഖല. ഇനി അവസാനത്തെ മേഖല. ഓ എന്റെ ഈശോയെ, അങ്ങേ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ സ്വന്തം പുത്രനെ 33-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട് കല്ലറയിൽ അടക്കം ചെയ്യുന്ന മേഖലയാണ് പരിശുദ്ധ അമ്മയുടെ 7ാമത്തെ വ്യാകുലത. നമുക്കൊന്ന് എല്ലാവർക്കും ഒന്ന് ഈ വ്യാകുലത ഒന്ന് ഏറ്റു പറയാം. ഒന്നാമത്തെ വ്യാകുലത ശിമയോൻ. നിങ്ങൾ പറയുന്നത് പറഞ്ഞു. ഒന്നാമത്തെ ഒന്നും കൂടെ പറഞ്ഞു. ഒന്നാമത്തെ വ്യാകുലത എന്താണ്? ശിമയോൻ അമ്മയുടെ ഹൃദയത്തിൽ വാൾ കിടക്കുന്ന പ്രവചിക്കുന്ന പ്രവചനം. രണ്ടാമത്തെ വ്യാകുലത ഈജിപ്തിലേക്കുള്ള പലായനം. മൂന്നാമത്തെ വ്യാകുലത കർത്താവിനെ 12-ാം വയസ്സിൽ കാണാതാകുന്ന വേദന. നാലാമത്തെ വ്യാകുലത ഗാഗുൽത്താമലിലേക്കുള്ള യാത്രയിൽ കർത്താവ് കുരിശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ കർത്താവിനെ കണ്ട ആ രംഗം. അഞ്ചാമത്തെ വ്യാകുലത കർത്താവിനെ കുരിശിൽ തറച്ച് പിടഞ്ഞ് കുരിശിൽ കർത്താവ് മരിക്കുന്ന രംഗം. കുരിശിൽ ചുവട്ടിൽ നിന്ന് പരിശുദ്ധി അമ്മ നോക്കിക്കണ്ട ആ രംഗം എത്രമാത്രം വേദനിപ്പിക്കുന്ന സ്വന്തം മകൻ കുരിശിൽ പിടഞ്ഞ് മരിക്കുന്ന രംഗം. അടുത്ത വ്യാകുലത പരിശുദ്ധ അമ്മയുടെ സ്വന്തം മകന്റെ മൃതശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങുന്ന ആ രംഗം. അഞ്ചാമത്തെ വ്യാകുലത കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്ന വ്യാകുലത. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഇത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഒരുപക്ഷെ ഇതുപോലെയുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ അനുവദിച്ചെന്നിരിക്കും. ഇതുപോലെയുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആകുലതകളാകെ ഏതൊക്കെ മേഖലകളിലായിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മരണം പോലും ഏറ്റുവാങ്ങേണ്ടിയിരിക്കും. അതൊരു മിസ്കാരേജിലൂടെ ആകാം, ഒരുപക്ഷെ ജനിച്ച് ഉടനെ ആകാം, മറ്റു പല മേഖലകളിലൂടെയാകാം, അപകടങ്ങളിലൂടെയാകാം, രോഗങ്ങളിലൂടെയാകാം. മനസ്സിലാക്കുന്ന ഇപ്രകാരമാ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന എല്ലാത്തിലും ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്നുള്ള സത്യം, ഒരു ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് ഇന്ന് ഒന്നാമത്തെ വായനയിൽ പത്രോസിന്റെ ഒന്നാമത്തെ വായന 4-ാമത്തെ അധ്യായം 12-13 തിരുവചനങ്ങളിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് നമ്മൾ വായിച്ചു കേട്ടത്? 1 പത്രോസ് 4:12 നിങ്ങളെ പരീക്ഷിക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചതെന്ന പോലെ നിങ്ങൾ ഫലിഭ്രമിക്കരുത്, മറിച്ച് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കാളിയാകുവാൻ നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കുക. സഹനത്തിന്റെ ശക്തിയാണ് പ്രിയമുള്ള സഹോദരങ്ങൾ അവൾ വെളിപ്പെടുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പല രീതിയിലുള്ള സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഏത് സഹനത്തിലൂടെ കടന്നുപോയാലും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിച്ച സഹനത്തിലൂടെ അമ്മയും കടന്നു പോയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ ധ്യാനിക്കുമ്പോൾ ഈ സഹനങ്ങളിൽ കർത്താവ് ഇടപെടും എന്ന് ദൈവം വ്യക്തമാക്കി തരിക. ഇനി പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് 4 പ്രത്യേക കൃപാവരങ്ങൾ കർത്താവായ യേശുക്രിസ്തു നൽകിയിട്ടുണ്ട്. 4 പ്രത്യേക കൃപാവരങ്ങളും 7 വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. ഞാൻ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഡെയിലി പ്രാർത്ഥനകളില് ഈ മേഖലകൾ നോർത്ത് പ്രാർത്ഥിച്ചാൽ വലിയ ദൈവിക ഇടപെടലാണ് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന കൃപാവരങ്ങളായി 4 കൃപാവരങ്ങള് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് നേരിട്ട് പറഞ്ഞു കൊടുത്ത 4 കൃപാവരങ്ങളാണ്. 1, പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളെ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും 7 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, 7 വ്യാകുലതകൾ ഓർത്ത് ഓരോന്നിനും ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന 4 വരങ്ങളാണ്. ഒന്നാമത്തെ കൃപാവരം, മരണത്തിന് മുൻപ്
പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കും. എല്ലാ പാപങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഈ ലോകത്തിൽ എത്രമാത്രം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ, മരണത്തിന് മുൻപ്, അതായത് മരണക്കിടക്കയിൽ കിടന്ന അല്ലെ രോഗാവസ്ഥയില് പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളോർത്ത് ധ്യാനിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്: ഇതുവരെ ചെയ്ത സകല പാപങ്ങളിൽ നിന്നും കർത്താവ് മോചനം നൽകും. ഇനി രണ്ടാമത്, പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകളോട് ഭക്തിയുള്ളവരെ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഈശോ സംരക്ഷിക്കുകയും അവരുടെ മരണസമയത്ത് പ്രത്യേകമായ രക്ഷ നൽകുകയും ചെയ്യും. പരിശുദ്ധ പ്രാർത്ഥിക്കുന്നവരെ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഈ ലോകത്തിൽ കർത്താവ് കാത്തു പരിപാലിക്കുമെന്നും അവരുടെ മരണസമയത്ത് പ്രത്യേകമായ രക്ഷ നൽകുമെന്ന് പുത്രനായ ദൈവം തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി മൂന്നാമത്തെ വരം, ഈശോയുടെ തിരുമുറിവുകളുടെ യോഗ്യതകൾ പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കുമെന്ന് കർത്താവ്. നമ്മൾ കുരിശിന് വഴി ചെല്ലുമ്പോൾ ഓരോ സ്ഥലങ്ങൾക്ക് ഏറ്റവും അവസാനം ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ അവസാനം ചെല്ലുന്നത് സ്വർഗസ്നാളാവ് ശരിക്കും ഏറ്റവും അവസാനം ചെല്ലുന്നത് എന്താണ്? കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ച് ഉറപ്പിക്കണമേ. കർത്താവ് നൽകുന്ന വാഗ്ദാനം ഇപ്രകാരമാണ്: ഈശോയുടെ തിരുമുറിവുകളുടെ യോഗ്യതകൾ പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ഞാൻ പതിപ്പിക്കുമെന്ന്. ഇനി നാലാമത്തെ വരം, കർത്താവ് നൽകുന്ന വരം, ഇപ്രകാരമുള്ള വ്യക്തികളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയും അവരുടെ ജീവിതത്തിന് ആവശ്യമായ കൃപാവരങ്ങൾ തക്കതായ സമയത്ത് എപ്പോഴും എന്നിൽ നിന്ന് അമ്മ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. വളരെ ശക്തമായ ദൈവിക ഇടപെടലുകളാണ് പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ തന്നെ 7 വാഗ്ദാനങ്ങളും അതിന്റെ കൂടെ നൽകുന്നുണ്ട്. ഇത് കർത്താവ് നൽകുന്ന വരങ്ങളാണ്. ഈ വരങ്ങൾ അച്ഛൻ അതായത് ഈ വ്യാകുലതകൾ പ്രാർത്ഥിക്കുന്ന ഭക്തർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല, നിത്യരക്ഷ ഉറപ്പാണ് എന്ന് ദൈവം നമുക്ക് നൽകിയ എല്ലാ പാപങ്ങളെ ക്ഷമിക്കുന്നു, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു, അന്ധകാര ശക്തികളുടെ സ്വാധീനങ്ങളും ദൈവം കാത്തു പരിപാലിക്കുന്നു. അവസാന മരണസമയത്ത് എല്ലാ രക്ഷയുടെ വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് 7 നന്മ നിറഞ്ഞവരെയും ചൊല്ലി ധ്യാനിക്കുന്ന വ്യക്തികൾക്ക് അമ്മയും ചില വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതിലൊരു ഒന്നാമത്തെ വാഗ്ദാനം പ്രകാരമാണ്: അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും. സഹോദരങ്ങളെ, പരിശുദ്ധ ഇന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ, ജീവിത പങ്കാളികൾ തമ്മിൽ വഴക്കടിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, മക്കളെ കുറിച്ച് അകലപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ, പരിശുദ്ധ പറയുന്ന ഇപ്രകാരമാണ്: എല്ലാ ദിവസവും എന്റെ 7 വ്യാകുലതകള് ധ്യാനിച്ച് 7 നന്മ നിറഞ്ഞവരെയും ചൊല്ലി പുത്രനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മക്കൾക്ക് 7 വാഗ്ദാനങ്ങൾ അമ്മ നൽകിയ. ഒന്ന്, അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും. നമ്മുടെ കുടുംബങ്ങള് സമാധാനം നഷ്ടപ്പെട്ട ഏതെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വ്യാകുല മാതാവിനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. വ്യാകുല മാതാവിന്റെ 7 വ്യാകുലതകൾ ഏറ്റെടുത്ത് 7 നന്മ നിറഞ്ഞവർ ചൊല്ലി എല്ലാ ദിവസവും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മയുടെ വാഗ്ദാനമാ ആ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കുമെന്നുള്ളത്. ഇനി രണ്ടാമത്തെ വാഗ്ദാനം, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തക്കതായ സമയത്ത് ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഇന്ന് അനേകം മക്കളുടെ ജീവിതങ്ങളില് ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അനേകർക്ക് ദർശനവരം, അനേകർക്ക് അറിവിന്റെ വരം, അനേകർക്ക് പ്രവചനവരം, അനേകർക്ക് വ്യാഖ്യാനവരം, ദൈവികമായ പ്രത്യേക ഇടപെടലുകൾ ദൈവം സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കർത്താവ് പറയുക, വ്യാകുല മാതാവിന്റെ അമ്മയുടെ സങ്കടങ്ങളെ ധ്യാനിക്കുന്ന മക്കൾക്ക് സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുമെന്ന്. ഇനി മൂന്നാമത്തെ വാഗ്ദാനം, അവരുടെ വേദനകളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ജോലികളിൽ ഞാൻ അവരെ അനുഗമിക്കുകയും ചെയ്യും. പരിശുദ്ധമ്മയുടെ സന്ദേശമാണ്. നമ്മുടെ എത്രമാത്രം വേദനിക്കുന്ന സമയങ്ങളിൽ
സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധമ്മ പറയുക, എന്റെ വിമല ഹൃദയത്തിന്റെ സങ്കടങ്ങളോട് വ്യാകുലതകളോട് ഭക്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ വേദനകളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ജോലികളിൽ ഞാൻ അവരെ അനുഗമിക്കുകയും ചെയ്യും. അമ്മ കൂടെ നടന്ന് ജോലി മേഖലകളിൽ അനുഗ്രഹിക്കുന്ന വാഗ്ദാനമാണ് പരിശുദ്ധമ്മ നൽകുന്നത്. ഇനി നാലാമത്തെ വാഗ്ദാനം, എന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ആരാധ്യമായ ഹിതത്തിനെതിരല്ലാത്തതും അവരുടെ ആത്മരക്ഷയ്ക്കെതിരല്ലാത്തതുമായ എന്ത് ചോദിച്ചാലും ഈശോയിൽ നിന്ന് ഞാനത് അവർക്ക് വാങ്ങിക്കൊടുക്കുമെന്ന്. 2 കണ്ടീഷനുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ആരാധ്യമായ ഹിതത്തിനെതിരല്ലാത്തതും നമ്മളുടെ ആത്മരക്ഷയ്ക്കെതിരല്ലാത്തതുമായ, ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ ആരെയെങ്കിലും നശിപ്പിക്കുന്നതിന് വേണ്ടിയോ ചില വ്യക്തികളെയൊക്കെ തകർക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചോദിച്ചാൽ അപ്രകാരമുള്ള മേഖല ഇടപെടില്ല എന്നാണ് പറയുന്നത്. ഈശോയുടെ ഹിതത്തിനെതിരായി എന്ത് ചോദിച്ചാലും ഇടപെടില്ല. അതുപോലെ തന്നെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് എതിരായി ആരുടെയെങ്കിലും ആത്മരക്ഷയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അമ്മ ഇടപെടില്ല. ഇത് രണ്ടും ഒഴിച്ച് ബാക്കി എന്ത് കാര്യം ചോദിച്ചാലും കർത്താവിൽ നിന്ന് പരിശുദ്ധ അമ്മ അത് വാങ്ങിത്തരുമെന്ന് അമ്മ വാഗ്ദാനം ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിന്റെ വിമല ഹൃദയത്തോട് ഭക്തിയുള്ള മക്കൾക്ക്. ഇനി 5ാമത്തെ വാഗ്ദാനം, അവർ സാധാരണമായുള്ള യുദ്ധങ്ങളിൽ ഞാൻ അവരെ സഹായിക്കുകയും അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ ഞാൻ അവർക്ക് സംരക്ഷകയായിരിക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സാധാരണമായി നിരന്തരം പോരാടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ബലഹീനതകളിൽ പലപ്പോഴും നമ്മൾ വീണു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അമ്മ പറയുക, പരിശുദ്ധ അമ്മയുടെ വ്യാകുലതകൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് സാധാരണമായുള്ള യുദ്ധത്തിൽ അമ്മ സഹായത്തിനെത്തും. അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞാൻ അവർക്ക് സംരക്ഷകയായിരിക്കുകയും ചെയ്യുമെന്ന്. ഇനി 6ാമത്തെ വാഗ്ദാനം, അവരുടെ മരണസമയത്ത് എന്റെ മുഖം ദർശിക്കുവാനുള്ള കൃപ ഞാൻ അവർക്ക് നൽകും. 6ാമത്തെ വാഗ്ദാനമാണ്, മരണസമയത്ത് പരിശുദ്ധ അമ്മയുടെ മുഖം ദർശിച്ചുകൊണ്ട് മരിക്കുവാനുള്ള, വലിയ സന്തോഷത്തോടെ മരിക്കുവാനുള്ള, നല്ല മരണത്തിനുള്ള കൃപ പരിശുദ്ധ അമ്മ അവർക്ക് നൽകും. ഇനി 7ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. അമ്മ പറയുക, എന്റെ കണ്ണുനീരിനോടും വ്യാകുലതകളോടുമുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളെ ഞാൻ നേരിട്ട് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള പ്രത്യേക കൃപ എന്റെ പുത്രനിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് വച്ചിട്ടുണ്ട് എന്ന് ഓൾറെഡി കർത്താവ് അമ്മ വാങ്ങിച്ചു കഴിഞ്ഞു. അതായത് എന്റെ കണ്ണീരിനോട്, രക്തക്കണ്ണീരിന്റെ പ്രാർത്ഥന, പരിശുദ്ധ അമ്മയുടെ കണ്ണീരിനോടും ോടുമുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളെ അവരുടെ മരണസമയത്ത് പരിശുദ്ധ അമ്മ നേരിട്ട് വന്ന് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള വാഗ്ദാനമാണ് അമ്മ നൽകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അനേകം വിശുദ്ധ ബ്രിജിത്ത്, വിശുദ്ധ അൽഫോൻസ് ലിഗോരി, പിന്നെ വിശുദ്ധ വെറോനിക്ക, ഇങ്ങനെ അനേകം വിശുദ്ധര് വ്യാകുല മാതാവിന്റെ ഈ പ്രത്യേകമായ വ്യാകുലതകളെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് സ്വർഗത്തിലെത്തപ്പെട്ടവരാ. സാത്താനിൽ വിജയം വരിച്ചവരാ. ശുദ്ധീകരണ സ്ഥലത്തിൽ പോലും പോകാതെ പരിശുദ്ധി അമ്മ നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള അനുഭവങ്ങൾ വിശുദ്ധരുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. വ്യാകുല മാതാവിന്റെ വ്യാകുലതകൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നൂറ്റാണ്ടുകളായി സഭയെ വളർത്തിയിരുന്ന അനേക സഭാമക്കൾക്ക് സ്വർഗം നൽകിയിരുന്ന അനേക സഭാമക്കൾക്ക് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷ നൽകിയിരുന്ന ഒരു ഭക്തിയാണ് വ്യാകുല മാതാവിനോടുള്ള ഭക്തി. വ്യാകുല മാതാവിന്റെ 7 സങ്കടങ്ങളോടുള്ള ഭക്തി ഇന്ന് പലപ്പോഴും സഭയിൽ നിന്ന് കാലഹരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വലിയ വിശ്വാസ ഭക്തിയാണ് നമ്മളിപ്പോൾ ശ്രമിച്ചത്. ഈ രാത്രിയിൽ കർത്താവിനെ നമ്മൾ ചേർത്ത് നിന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, വ്യാകുല മാതാവിന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി അല്പം കൂടി വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. പരിശുദ്ധ കടന്നുപോയ 7 സങ്കടങ്ങൾ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളില് ഈ സങ്കടങ്ങൾ ധ്യാനിച്ച് 7 നന്മ നിറഞ്ഞ മറിയ എന്ന പ്രാർത്ഥന ഓരോ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ സ്വർഗം നൽകുവാൻ പോകുന്ന വലിയ കൃപാവരങ്ങള് നമ്മൾ കണ്ടു. ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട്
നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സങ്കടങ്ങളെ മറന്ന് ജീവിച്ച നിമിഷങ്ങൾ ഓർത്ത് മാപ്പപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കാൻ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ജീവിത പങ്കാളികളിൽ ദൈവിക കൃപ നിറയുവാൻ, നമ്മുടെ ആത്മീയ ജീവിത വളർച്ചയുണ്ടാകുവാൻ, അവസാനം സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ദൈവം വാഗ്ദാനം നൽകുന്ന കൃപാവരങ്ങൾ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ആ 7 സങ്കടങ്ങള് നമ്മളെയൊക്കെ ഏറ്റെടുത്ത് നമുക്ക് ധ്യാനിക്കാം. അങ്ങനെ നമ്മളും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. അവസാനം നിത്യരക്ഷ ഉറപ്പാണ് എന്ന് ദൈവം നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനങ്ങൾ നമുക്കും നമ്മുടെ ജീവിതങ്ങളിലും ദൈവം നിറവേറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലി നമുക്ക് തുടരാം. ഇന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ ഈ വ്യാകുലതകൾ 7 വ്യാകുലതകള് നമുക്കൊന്ന് ഏറ്റെടുത്ത് ധ്യാനിക്കുകയും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നന്ദി നന്ദി നല്ല ദൈവമേ, നിത്യവും നയിച്ചിടുന്ന സ്നേഹദൈവമേ. നന്ദി നന്ദി നല്ല ദൈവമേ, നിത്യവും നയിച്ചിടുന്ന സ്നേഹദൈവമേ. താതനും പുത്രനും പാവനാത്മനും ഹല്ലേലൂയ പാടി ഞങ്ങൾ നന്ദിയേകുന്നു. താതനും പുത്രനും പാവനാത്മനും ഹല്ലേലൂയ